ഇനി കടയിൽ പോകുമ്പോൾ അവിടെ നിന്ന് വ്ളോഗ് എടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ എന്താ അറിയില്ല, ഉള്ളിൽ എന്താ പോലെ എടുക്കാൻ തോന്നുന്നില്ല. 10 കിലോ അരി നല്ല വേവുള്ള. ഇന്ന് നേരത്തെ എണീറ്റില്ല. ഇന്ന് 10:30 എണീറ്റിട്ടുണ്ടല്ലോ. മൊബൈലിൽ ഗെയിമിങ് കളിച്ചിരിക്കാൻ വേണ്ടി ഞാൻ നോക്കുക, എഡിറ്റ് ചെയ്യണ്ടായിരുന്നു. അത് എഡിറ്റ് ചെയ്ത് ഷെഡ്യൂളിങ് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ പല്ലേക്കാൻ പോകുന്നുള്ളൂ. 12:10 പല്ലേക്കട്ടെ. പുറത്ത് നല്ല മഴയുണ്ട്, ഇപ്പൊ എണീക്കാൻ തോന്നുന്നില്ല. നല്ല മഴ, നല്ല മഴ. അമ്മ ഉള്ളിച്ചെടീന്റെ ഫ്രണ്ടില് ചീമക്കൊന്നതിന്റെ വഴി കുത്തി വെച്ചിട്ടാണ്. അത് എന്തിനാന്ന് എനിക്കറിയില്ല. അതില് ചെടി ഉണ്ട്. നേരത്തെ എണീറ്റോന്ന് ചോദിച്ചാ ഞാൻ നേരത്തെ എണീറ്റിരുന്നു. 7:30 അലാറം വെച്ച് 7:30 എണീറ്റ് നോക്കുമ്പോൾ ആരും എണീറ്റില്ല. പിന്നെ ഞാൻ കടന്ന് പിന്നെ 8:30 അലാറം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ എണീറ്റ് പിന്നെ ആരും എണീറ്റുണ്ടായില്ല. ഞാൻ കണ്ട് അപ്പോഴും ഞാൻ കടന്നുറങ്ങി. അമ്മ ഇന്നലെ ഇറച്ചിക്കറി ഇല്ല. അത് പല്ലേട്ടെ പല്ലേച്ചിട്ടെ ഇപ്പൊ പല്ലെന്ന് വെച്ച് ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കുറച്ചു ഗെയിം കളിച്ചിട്ട് കേട്ടോ. ഇപ്പൊ ബോധം പറഞ്ഞേ നാളെ സ്കൂളിൽ പോകണ്ടേ. അപ്പൊ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടൊക്കെ ഉണ്ട്. ഇപ്പൊ സമയം 4 മണി കഴിക്കണേ. ചോറ് കഴിക്കാൻ ചോറില്ലാത്തോണ്ട് അമ്മ പൈസ തന്നെ അയച്ചിക്കണ് ചോറ് മേടിക്കാൻ, അല്ല അരി മേടിക്കാൻ. കൊട കണ്ട വേമ്പോ വീട്ടുകാരാ വിളിക്കണ്ടോ? അവിടെ നിന്ന് വിളിക്ക. ആ 2:30 ഉള്ളൂ. ഞാൻ മറക്കൊന്നുമില്ല. അമ്മൂമ്മി വന്നിട്ടുണ്ട്, ഞാൻ പോയി വന്നിട്ട് കാണിച്ചു തരാം. ആ വീട്ടിൽ വെച്ച് അവന് കറക്കറിയില്ല. ആ തുണി തോട്ട് പോട്ടു അതെടുത്ത് വെച്ചങ്ങോട്ട്. ഇവിടുത്തെ വെള്ളമൊക്കെ കലങ്ങി കിടക്കണതാ. ഞങ്ങളവിടെ എന്നാലും കലക്കില്ലാന്ന് തോന്നുന്നു. അവിടെ കലക്കണ്ടോ? നമ്മളവിടെ അധികം കലക്കില്ല. ഇവിടെ നല്ല കലക്ക. ഇതിക്കൂടെ വരുന്ന വഴി ഫുള്ളും ചളി. എങ്ങനെയോ ഇവിടെ വരെ എത്തി. ഇവിടെ അങ്ങോട്ട് അധികം ചളിയില്ല തോന്നുന്നു. ഇനി ഇതിക്കൂടെ വേണം അപ്പുറത്തേക്കൂടെ പോകണമെങ്കിൽ. എന്താ വെച്ചു ഇവിടെയൊക്കെ നന്നായി കൂടെ വെച്ച് റോഡ് വരുത്തി കൂടെ. കുടുംബക്കാർ വഴി തന്നെയാടാ. നിന്റെ മുടി കെട്ടി തന്നെ അറിയാം നീ റിച്ചാണ്. ഉണ്ണി അവിടെ നിന്നിട്ട് എൻ്റെ അടുത്ത് നടക്കാൻ പറയണ. അവ ഇവിടെ എത്തിയില്ല. ഇനി കടയിൽ പോകുമ്പോൾ അവിടെ നിന്ന് വ്ളോഗ് എടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ എന്താ അറിയില്ല, ഉള്ളിൽ എന്താ പോലെ എടുക്കാൻ തോന്നുന്നില്ല. നീ എവിടെ നയിക്കേ? 10 കിലോ അരി നല്ല വേവുള്ള അരി. വേവ് പറഞ്ഞേ. വേവുള്ള അരി. എടാ ആരെങ്കിലും ഇങ്ങോട്ട് വേടാ. നാളെയോ? ചെറിയ മടി ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ വ്ളോഗ് എടുത്ത് ഈ മടി വേഗം ഇല്ലാതാക്കണം. അതുകൊണ്ട് ആ ഭാഗത്ത് നല്ല തെളിഞ്ഞ വെള്ളം, ഇവിടെയൊക്കെ നല്ല കലക്ക് വെള്ളം. ഏതാ നമുക്ക് അല്ലേ? അടിപൊളി. നീ എവിടെയും എടുക്കണേ? പറ്റുന്ന എത്രയോ നിനക്ക് പറ്റും. വീട് വരെ മുടി നീട്ടി കെട്ടാനോ? എന്നാ വന്ന് വലിച്ചു കെട്ടി തരാൻ പറയണോ? പറയണ്ടേ നീ അപ്പൊ തന്നെ. പക്ഷേ അപ്പൊ നീ വണ്ടി പോവുകയും ചെയ്തില്ലേ. ഇന്ന് കളിക്കാൻ പോകട്ടോ. ഇന്നലെ എന്തായാലും കളിക്കാൻ പോകാൻ പറ്റിയില്ല. ഇന്നലെ കളിക്കാൻ പോയി. ഞങ്ങൾ 3 ആളെ ഉണ്ടായിട്ടുള്ളൂ. ഉണ്ണി ഉണ്ടായില്ല. എവിടെ ഉണ്ണി ഉണ്ടായില്ല. മുട്ട ഉണ്ടായില്ല. 3 ആളെ ഉണ്ടായിട്ടുള്ളൂ. അധികം കളിക്കാനും പറ്റിയില്ല. ഞാൻ ഏത് കാലം കൊണ്ട് അറിയോ കടയിൽ പോയത്? നേരത്തെ പോയപ്പോൾ കാണിച്ചപ്പോൾ അധികം ഇല്ലായിരുന്നു. ഇപ്പോൾ നോക്കിക്കോ. ഉണ്ണിക്ക് ഇവന് ചളി വെള്ളത്തിലൊക്കെ കൈയിട്ട് കൊണ്ടുവന്നിട്ട് 2 എണ്ണം. അമ്മേനെ വിളിക്കേ. എത്ര 370 മൊത്തം അരിക്കും. പിന്നെ പേനയും മേടിച്ചിട്ടുണ്ട്. പിന്നെ കാബീൻ്റെ പൊടിയും. അമ്മൂമ്മനെ കാണണമെന്ന്. അത് അമ്മൂമ്മേൻ്റെ ആഡിയോ നോക്കാൻ വേണ്ടി ഞാൻ കുറേ പാട് കിട്ടിയിരുന്നു. ഞാൻ അമ്മൂമ്മേൻ്റെ 2-3 ഫോട്ടോ എടുത്തുതരാം. നല്ല ഫോട്ടോ എടുത്തരാം. നല്ല ക്യാമറ ഉണ്ട്. അമ്മൂമ്മയ്ക്ക് 2-3 ഫോട്ടോ എടുത്തുതരാം. ഏത് ഭാഗത്ത് ഇരിക്കുക? അമ്മൂമ്മയ്ക്ക് ഏത് ഭാഗം ഇഷ്ടപ്പെട്ടെ? ഏത് ഭാഗം ഇഷ്ടം? ഏത് ഭാഗത്ത്? അമ്മൂമ്മേൻ്റെ ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ അമ്മ. മോളെയും അമ്മേനെയും. ഓക്കെ. അമ്മേൻ്റെ വലിയ ആശയം അമ്മൂമ്മേൻ്റെ വലിയ ഇതിലായിട്ട് ആശയമില്ലല്ലോ. കളിക്കണ്ടോ ജിമ്മേ കളിക്കാമോ? ഗ്രൗണ്ടിലെത്തിയേ. ഇവിടേക്ക് ചളി. ഉടനെ ആ തുണി കൊണ്ട് ഇങ്ങോട്ട് കയറി കുറച്ചേരം കളിച്ചിരിക്കട്ടെ. ഇനിയിപ്പോൾ കളിയപ്പോൾ കഴിയുമെന്നും അറിയില്ല. മഴ പെയ്ത് പോകേണ്ടി വരും. മൊബൈൽ അണിയും. അപ്പോൾ എന്താ ചെയ്യാന്നറിയില്ല. കുറച്ച് നേരം കളിക്കട്ടെ വേഗം. അതത്രേ ഉള്ളൂ. ഇങ്ങോട്ട് ഇട്ടാ. അയ്യോ അറിയില്ല.
കുറേ നേരമായി കളിച്ചുകൊണ്ട് നിൽക്കണം. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫ്രീ ഫയറും കളിച്ചിട്ട് കിട്ടെ. അതുകൊണ്ട് ഞാൻ വെച്ചു ഇതാ അച്ഛൻ ബാക്കിൽ കറക്കിക്കൊണ്ട് നിൽക്കണം ഉണ്ണീൻ്റെ കൈക്കൽ തുണി. എനിക്കിപ്പോൾ അത് വേഗം കടന്നുറങ്ങാൻ തോന്നുന്നുണ്ട്. കട്ടലിൽ കാലിടാൻ തോന്നുന്നുണ്ട്. കട്ടലിൽ മുട്ടിയിട്ട് കുറേ ആയി. രാവിലെ കട്ടലിന് എണീറ്റാ, പിന്നെ ഇതിലായിട്ട് കട്ടലിൽ ഞാൻ കയറിയില്ല. ഞാനിപ്പോൾ തന്നെ പോയിട്ട് എഡിറ്റ് ചെയ്തിട്ട് മെല്ലെ കടന്നുറങ്ങാനുള്ള പരിപാടി പോകട്ടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു. അതായത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അടുത്ത തന്നെ വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. ബൈ.